ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റിയ കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. ആദ്യത്തെ റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ 2 കപ്പ് പാലിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് 250 ml കപ്പിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. തിളച്ച് വരുന്ന ടൈമിൽ, പാല് തിളച്ച് വരുന്ന ടൈമിൽ. ഇനി ഇതിലേക്ക് വേണ്ടത് ക്രീം ചീസാണ്. ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഞാനിതാ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. പിന്നെ കുനാഫ ഡോൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇർഫാന ഷംഷീർ കുനാഫ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കലാണ്, ചെറുതായിട്ട് കട്ടാക്കി എടുക്കലാണ്. നമ്മൾ മിനി കുനാഫയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്ന അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുനാഫ എത്ര എടുക്കുന്നു അതിനനുസരിച്ച് കുനാഫയിൽ മൊത്തത്തിൽ ആ ഒരു ബട്ടർ മിക്സ് ആക്കി എടുക്കണം. മെൽറ്റാക്കിയ ബട്ടറാണ് എടുക്കേണ്ടത്. ഞാനിപ്പം കുറച്ച് നേരം പുറത്ത് വെച്ച ബട്ടറാണ്, ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പില്ലേ പാനിലിട്ടിട്ടൊന്നും മെൽറ്റാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ആ ഒരു കുനാഫ ഡോയിലും മൊത്തത്തിൽ ആ ഒരു ബട്ടർ പിടിക്കണം. ഇനിയിപ്പോൾ ഞാനൊരു എന്തെങ്കിലും ഷേപ്പർ എടുത്തിട്ട് കുനാഫൻ്റെ ഡോ ഷേപ്പാക്കി എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുപ്പീൻ്റെ മുടിയിലുണ്ടാവില്ലേ അതെല്ലാം വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കുക. ഞാനിപ്പോൾ മിനി കുനാഫയാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പാനിൽ വെച്ചിട്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഇതിന് മുകളിലായിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പാലും ചീസെല്ലുള്ള മിക്സിയില്ലേ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒരു മിക്സി ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്കാക്കി എടുക്കാൻ. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കുനാഫ ഡോ തന്നെ അതിന് മുകളിലായിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കലാണ്. പിന്നിൽ ഇത് പാനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ഇതുപോലെ തന്നെ പാനിൽ ആദ്യം കുനാഫ ഡോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രീം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും അതിന് മുകളിൽ കുനാഫ ഡോ വെച്ചിട്ട് ഓവനിലോ പാനിലോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. പാനിലാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും വേറൊരു പാന് വെച്ചിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. ഷുഗർ സിറപ്പും എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ഇതിന് മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിക്ക് പിസ്തയോ അല്ലാന്നുണ്ടെങ്കിൽ ബദാമോ ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. പാർട്ടിയിലെല്ലാം സ്റ്റാർ ആവാൻ അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതുപോലെ കുനാഫാഡോ ഇല്ലാന്നുണ്ടെങ്കിൽ വേമിസെല്ലി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഷെയർ ആക്കാം കേട്ടോ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് 23 വർഷത്തെ വിജയപാരമ്പര്യമുള്ള IT അക്കാദമി. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2001 ആരംഭിച്ചിട്ട് ഈ സ്ഥാപനത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്നേ വരെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. പല മേഖലകളിലും ജോലിയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കോഴ്സ്. ഇതുപോലെ തന്നെ നിരവധി കോഴ്സുകൾ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള പഠന രീതി പരിശീലനവും ക്ലാസ് റൂം, ക്ലാസ്, ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവാണ്. പിന്നെ ഇവരെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ആക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഹായ്, എൻ്റെ പേര് സുൽഫത്ത്. ഞാൻ വരുന്നത് മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ്. ഇന്ന് ഞങ്ങളുടെ കോൺവെക്കേഷൻ ഡേ ആയിരുന്നു. ഞാനിവിടെ IT അക്കാദമിയിൽ പ്രീ പ്രൈമറി കോഴ്സാണ് ചെയ്തിരുന്നത്. ഓൺലൈൻ ബാച്ച് ആയിട്ട് കൂടി ഒരു പരിമിതികൾ കൂടാതെ ഞങ്ങൾ ടീച്ചേഴ്സ് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ നിഷാദ് സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് ഒരുപാട് മുമ്പിലോട്ട് വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും പുറകിലോട്ട് നിൽക്കാനായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഈ IT അക്കാദമി ചൂസ് ചെയ്തതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഞാൻ PPTTC കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എടുത്തു പറയാനുള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ കോഴ്സ് അവൈലബിൾ ആണ്. SLC, +2, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാവർക്കും ഈ കോഴ്സ് യൂസ് ചെയ്യുന്നതാണ്.
ഇനിയിപ്പം അടുത്ത സ്നാക്ക് റെഡിയാക്കുക. അതിനായിട്ട് ഇതാ ഞാൻ വെള്ളക്കടലിലെ ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനിയിപ്പം അതിലെ വെള്ളമെല്ലാം നല്ലോണം കളഞ്ഞെടുക്കുക. നല്ലോണം കഴുകിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക. ഇതിലേക്ക് അരമുറി ഉള്ളി, 2-3 പച്ചമുളക്, കൈപ്പിടി നിറയെ മല്ലിയില, 8-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, പിന്നെ ചെറിയ ജീരകയിലെ ക്യുമിൻ സീഡ് 1 ടീസ്പൂൺ ക്യുമിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കുക കേട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കണ്ട. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം ഒഴിക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇത് ബോൾസാക്കി ഇട്ട് കൊടുക്കുക. ബോൾസാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബോൾസാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതാ 2 ഭാഗവും ഒരുപോലെ കളർ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പം ഇതൊരു സാൻഡ്വിച്ച് ടൈപ്പിൽ ഒരു ബർഗർ ടൈപ്പിൽ റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഇത് ഞാൻ മൊത്തത്തിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റലാണ്. ഇഫ്താറിൻ്റെ ടൈമിലെല്ലാം കഴിക്കാൻ അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇത് ഫിൽ ചെയ്യാൻ വേണ്ടിക്ക് ഹമ്മൂസ് എടുത്തിട്ടുണ്ട്. ഹമ്മൂസിൻ്റെ റെസിപ്പി വീഡിയോയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ഹമ്മൂസ് റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ ഹുമ്മൂസ് റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മയോണീസാണ്. മയോണീസിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ, ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതാ നമ്മൾ ഫലാഫിൽ എടുത്തിട്ടുണ്ട്. ഫലാഫിൽ സാൻഡ്വിച്ചാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് ബന്നും കൂടി വേണം. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടാവില്ലേ, അത് കുറച്ച് വേണം, ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ക്യാരറ്റും കക്കിരിയും ബീട്രൂട്ടും പിന്നെ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഫിൽ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിക്ക്. അത്രയല്ല, ഇത് നമുക്ക് കുബൂസിൻ്റെ ഉള്ളിലും ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയെല്ലാം ഉണ്ടാവില്ലേ, ചപ്പാത്തി പരത്തിയിട്ട് അങ്ങനെയും ചുട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ചധികം ബന്ന് ഇതുപോലെ കട്ടാക്കിയിട്ടെടുക്കലാണ്. എന്നിട്ടിതാ ഇതിലേക്ക് നമ്മൾ ആദ്യം പുരട്ടി കൊടുക്കേണ്ടത് ഹമ്മൂസാണ്. ഹമ്മൂസെന്നും ഹുമ്മൂസെന്നും പറയുന്നവരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഹമ്മൂസ് ഇതുപോലെ പുരട്ടി കൊടുക്കലാണ്. ഇതിൽ പ്ലെയിൻ ആയിട്ടുള്ള ഹമ്മൂസാണ്. ഞാൻ ഇത് മുളകും മല്ലിയിലെല്ലാം ചേർത്തിട്ട് അരച്ചിട്ട് റെഡിയാക്കുന്ന ഹമ്മൂസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും കണ്ടുനോക്കാം. ഇത് പ്ലെയിൻ അറേബ്യൻ ആ ഒരു സ്റ്റൈലുള്ള ഹമ്മൂസാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് നമ്മൾ ഫലാഫിലില്ലേ അത് കുറച്ചൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് മയോണീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മയോണീസും കൂടി ആ ഒരു ഫലാഫിലിൻ്റെ മുകളിൽ മൊത്തത്തിൽ പുരട്ടി കൊടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചപ്പാത്തിയിലും കുബൂസിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെയിം ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വിനെഗറിലിട്ട ആ ഒരു മുളകില്ലേ അത് വെച്ച് കൊടുക്കലാണ്. ഇത് ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം വിനെഗറിൽ ഈ ഒരു ഐറ്റംസ് എല്ലാം കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിറ്റേ ദിവസം തന്നെ റെഡി ആയിട്ട് വന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് വിനെഗറിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിന് വേറൊരു ബന്നെടുത്തിട്ടുണ്ട് കവർ ചെയ്യാൻ വേണ്ടിക്ക്. അതിന് മുകളിൽ കുറച്ച് മയോണീസും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് കവർ ചെയ്തെടുക്കലാണ്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ അടിപൊളി ടേസ്റ്റാണ്. ഞാനിതൊരു പാർട്ടി വ്ളോഗിൽ ചെയ്തതാണ്. അതിപ്പം ചെയ്തിട്ട് 1 വർഷം 2 വർഷം എങ്ങാനും ആയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഏകദേശം മറന്നിട്ടുണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിക്ക് ഞാൻ ഈ റെസിപ്പി വീണ്ടും അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. കാര്യം ഈ ഒരു സ്നാക്കിലെ ഏത് കാലത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഉള്ളിൽ ആ ഒരു ഫലാഫിലിൻ്റെ ടേസ്റ്റും ആ ഒരു ഉപ്പിലിട്ട ഐറ്റംസും ഹുമ്മൂസും എല്ലാം ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് 10 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയൊരു വീഡിയോ ആണ്. മാഷാ അല്ലാ, ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റും പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പം അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാനിലേക്ക്. അതിലേക്ക് ഇതാ ചിക്കന് ചേർത്ത് കൊടുക്കലാണ്. ചെറിയ പീസാക്കി വെച്ച ചിക്കനാണ് കേട്ടോ ഇത്. ഇതിലേക്ക് കുരുമുളകും ഗരം മസാല പൗഡറും കുറച്ച് സോയാ സോസും കൂടി മിക്സാക്കി എടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്തതാണ്. ഇതൊന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് കുബൂസാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയ കുബൂസാണ്.
ഞാനിതാ ഓവൻ്റെ ട്രൈയിലെ അതിലേക്ക് കുബൂസ് ഇതുപോലെ വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് ഇതിന് മുകളിൽ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇതിന് മുകളിൽ കുറച്ച് ഒറിഗാനോയും റെഡ് ചില്ലി ഫ്ലെക്സും എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഓണിയൻ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടിതാ എല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ്. അപ്പോൾ ഇതാ അത് ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഈ ഒരു സ്നാക്കലില്ലേ ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അത്ര ഈസി അല്ലേ നമുക്ക് കുബൂസ് ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ അതും കൂടി വെച്ച് കൊടുക്കലാണ്. ഈ ഒരു ചിക്കനില്ലേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന മസാലയില്ലേ അത് ചേർത്താലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം പ്ലെയിനായിട്ട് ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ഉപ്പെല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. ഇതാ ചിക്കനും കൂടി വെച്ച് കൊടുക്കുക. ഇനിയിപ്പം ഇതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഇതാ 2 കളർ ക്യാപ്സിക്കം, പിന്നെ മല്ലിയില, പിന്നെ ഒലീവ്സും കൂടി എടുത്തിട്ടുണ്ട്. 2 കളർ ഒലീവ്സ് എടുത്താലും അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ഇതാ ആദ്യം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒലീവ്സും മല്ലിയിലും ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. 3 കളർ ക്യാപ്സിക്കം ആയാലും അടിപൊളിയാണ്. പിന്നെ ഉള്ളി ചേർക്കുന്നെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുക, തക്കാളി ചേർക്കുന്നെങ്കിൽ തക്കാളി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ വീണ്ടും ഞാൻ കുറച്ചുകൂടി മോസറല്ല ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒലീവ്സും കൂടി വെച്ച് കൊടുക്കലാണ് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക്. ഇതും ഞാനൊരു പാർട്ടി വ്ളോഗിൽ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ ഇഫ്താറിൻ്റെ എല്ലാം ടൈമിൽ എല്ലാന്നുണ്ടെങ്കിൽ ഇഫ്താർ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം കുക്കാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലുള്ള ആ ഒരു ചീസിൽ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിക്ക് ഓവണിൽ വെച്ച് കൊടുക്കലാണ്. പാനിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പാനൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചീസ് മെൽറ്റായിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുത്താൽ മതി. രണ്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കുക്കാക്കി വെച്ച കുബൂസല്ലേ നല്ല ഈസിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിക്ക്. അടിപൊളി ടേസ്റ്റുള്ള ചെറിയൊരു പിസ്സയാണ് കേട്ടോ ഇത്. ഇതിലും ചെറുതായിട്ടുള്ള മിനി പിസ്സേൻ്റെ റെസിപ്പി വീഡിയോയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ റെഡിയാക്കുന്നത് അറേബ്യൻ സ്റ്റൈലുള്ള തനതായ ഒരു രീതിയിലുള്ള ഷവർമയാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണിന് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചിക്കൻ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് തഹീനയാണ്. തഹീന 2 ടേബിൾ സ്പൂൺ. എള്ളില്ലേ, വെളുത്ത എള്ള് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ടിത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ട് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഷവർമൻ്റെ ചിക്കനില്ല അതിൻ്റെ അതേ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മയോണൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെ അല്ലേ. അപ്പോൾ ഇതാ മയോണൈസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് വേണം. ഞാനിപ്പോൾ ഇതാ ക്യാബേജ്, തക്കാളി, കക്കിരി, മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടാവില്ല, അതുണ്ടെങ്കിൽ ഒരു മുളകും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുബൂസ് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം. ഞാനിപ്പോൾ ഇതാ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അതിലേക്ക് ആദ്യം മയോണൈസ്, പിന്നെ ചിക്കന്, പിന്നെ ക്യാബേജ്, മല്ലിയില, തക്കാളി, കക്കിരി എല്ലാം ചേർത്ത് കൊടുക്കുക. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, മുളകെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അവസാനമായിട്ട് വീണ്ടും മയോണൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ ബട്ടർ പേപ്പറെല്ലാം യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ റെഡിയാവും. ഒന്ന് ചൂടാക്കണമെങ്കിൽ അങ്ങനെയും ചൂടാക്കി എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇഫ്താറിനെല്ലാം പാർട്ടിയിൽ സ്റ്റാർ ആവാൻ അടിപൊളിയായിട്ട് വന്നിട്ട് ഇത് എന്തായാലും ട്രൈ ആക്കി വെക്കാം. ഇനിയിപ്പോൾ ഇതാ അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് കേട്ടോ വേണ്ടേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇളം ചൂടുള്ള പാലോ ഇല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലുണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈവച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിക്ക് ബാക്കിയുള്ള ഫില്ലിങ് റെഡി ആക്കുമ്പോഴേക്കും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചിക്കൻ എടുക്കാം. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ചിക്കൻ എടുക്കുക.
ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കൊരു മുട്ട വേണം. മുട്ട ഇതാ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കലാണ്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അതിൽ നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കലാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, ഒരു പാത്രത്തിലോ ഇല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലോ ഏതെങ്കിലും ഒരു കവറിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൗഡർ, കുരുമുളക് ക്രഷ് ചെയ്തത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എന്താ പറയുക മുളകും എന്താ പറയുക സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ പാത്രത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. നമ്മൾ കട്ട്ലറ്റെല്ലാം ചെയ്യൂലേ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ആ ഒരു മൈദൻ്റെ ആ ഒരു മിക്സിലെ ഒരു ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് കുലുക്കി കൊടുക്കുക, ഷേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ ആ ഒരു ബൗളിൽ തന്നെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ ചിക്ക് പോപ്പെല്ലാം ചെയ്യൂലേ സെയിം ചിക്ക് പോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലെല്ലാം സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും ഇഫ്താറിൻ്റെ ടൈമിൽ പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ചിക്ക് പോപ്പിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ ചിക്ക് പോപ്പായിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ സിംഗർ റാപ്പില്ലേ അതാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റില്ലേ കഴിക്കാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ ഇതാ 2 ഭാഗം ഒരുപോലെ ക്രിസ്പി ആയിട്ട് വന്നേരം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസ്ബർഗ്, ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി എല്ലാം വേണം. അതും നിങ്ങൾ ചിക്കൻ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് എന്താ പറയുക മയോണൈസും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതും ഞാൻ ഒരു വർഷം മുന്നേ ചെയ്തൊരു റെസിപ്പിയാണ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ ചെയ്തൊരു റെസിപ്പിയാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിക്ക് വീണ്ടും അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ ചിക്ക് പോപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു വെജീസും മയോണീസും ചിക്കനും എല്ലാം മിക്സ് ആക്കി എടുക്കുക. ഐസ്ബർഗ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ഒരു നമ്മൾ എന്താ പറയുക ഷോപ്പിൽ നിന്നെല്ലാം കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ കിട്ടുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാവ് കുഴച്ചെടുത്തിട്ടില്ലേ അത് പരത്തിയെടുക്കുക. ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ചെറിയ പൂരിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുക്കലാണ്. മുഴുവനായിട്ട് പരത്തിയിട്ടില്ലേ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ട് പരത്തിയെടുക്കുന്ന ഒരു ചപ്പാത്തിയില്ലേ ആ ഒരു ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിതാ മുഴുവനായിട്ട് ആ ഒരു പൂരിൻ്റെ ടൈപ്പിൽ എന്താ പറയുക പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ടില്ലേ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും ആ ഒരു നമ്മൾ പൂരിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുത്ത ഒരു മാവില്ലേ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ പരത്തിയെടുക്കുക. ഇത് ഒറ്റയടിക്ക് 10-12 ചപ്പാത്തി ചുടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെയാണ്. ഇത് റുമാലി റൊട്ടിയാണ് കേട്ടോ. നിങ്ങൾ റുമാലി റൊട്ടിയെല്ലാം എന്താ പറയുക ചിക്കൻ കറീൻ്റെ കൂടെ എല്ലാം ചെയ്തെടുക്കുന്നവരാണെങ്കിൽ സെയിം ഇതേ റെസിപ്പി ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഓട് ചൂടാക്കിയെടുക്കലാണ്. പാന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ഈ ഒരു പരത്തിയ റുമാലി റൊട്ടിയിലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും കുക്കാക്കിയെടുക്കുക. ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാലേ ഇതൊന്ന് അടർത്തി മാറ്റാം. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കുക്കായാൽ മതി. കാര്യം അത്രയും നേരിയ രീതിയിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ട് വന്നു കഴിഞ്ഞാലേ ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി മാറ്റാം. ഇത് കുക്കായിട്ടുണ്ടാവും കേട്ടോ, വെന്തിട്ടുണ്ടാവും ഉൾവശം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചൂടുപാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണിയെല്ലാം വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇളം ചൂടുള്ള തുണി എന്താ പറയുക അതിന് മുകളിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയ തുണിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിന് മുകളിലെ ഫ്രഞ്ച് ഫ്രൈസില്ലേ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിലിട്ട ഐറ്റംസെല്ലാം ഉണ്ടാവില്ലേ മുളക്, കക്കിരി, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ലാസ്റ്റായിട്ട് ഇതിന് മുകളിൽ ഞാനിതാ കക്കിരി ഫ്രഷ് ആയിട്ടുള്ള കക്കിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിതാ ഇത് റോൾ ചെയ്തെടുക്കുക. സെയിം നമ്മൾ ഷവർമെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതുപോലെയുള്ള ഐറ്റംസെല്ലാം ഉണ്ടാക്കാനില്ലേ കുറച്ച് പണിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുക.
അപ്പോൾ ഇതാ ഞാനിത് റോൾ ചെയ്തെടുക്കലാണ്. ഇഫ്താറിൻ്റെ ടൈമിലോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലോ എല്ലാം ഉണ്ടാക്കാനുള്ള അടിപൊളി സ്നാക്സാണ് ഞാനിന്ന് ഷെയർ ആക്കിയത്. പിന്നെ ഇത് ഞാനെല്ലാം ഒരുമിച്ച് ഉണ്ടാക്കിയതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റെസിപ്പീസ് ഞാനങ്ങനെ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ വീഡിയോസിൽ നിന്ന് തന്നെ. അപ്പോൾ ഈ റെസിപ്പിയെല്ലാം നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അന്നേരമെല്ലാം ഞാനിതെല്ലാം ഉണ്ടാക്കുന്ന ടൈം എനിക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് എങ്ങാനും ഉണ്ടായിട്ടില്ലോ. ഇപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതൊന്നും മാത്രം കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കി. ഇതുണ്ടല്ലേ ഇതിൻ്റെ ഉൾവശം കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുള്ളായിട്ടില്ലേ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.